നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു പോറലേറ്റ് കഴിഞ്ഞാൽ പോലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. മാതാപിതാക്കൾക്കെന്നല്ല, കണ്ടു നിൽക്കുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു കുഞ്ഞ് നിമിഷനേരം കൊണ്ട് അമ്മയുടെ കൈപ്പിടിയിൽ നിന്നും നഷ്ടമായി കഴിഞ്ഞാലോ? ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പോലും കഴിയുമോ? അത്തരത്തിൽ 4-ാം വയസ്സിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടമായ തൻ്റെ മകനെ 8-ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടിയ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. അന്വേഷണം പോലും വഴിമുട്ടിയ ഈ കേസിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയതാകട്ടെ മറ്റൊരു കുട്ടിയെ തേടിയുള്ള യാത്രക്കിടയിലാണ് എന്നതും ഏറെ അത്ഭുതകരമാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നതുകൂടിയാണ് ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നത്. കണ്ണീരടക്കാനാവാതെ ആ അമ്മ തന്റെ മകനെ ചേർത്ത് പിടിക്കുന്ന രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ബീഹാറിലെ ഔറംഗാബാദിൽ നടന്ന ഈ സംഭവം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് പ്രാർത്ഥനകളുടെയും ഒരിക്കലും അവസാനിക്കാത്ത മാതൃസ്നേഹത്തിന്റെയും വലിയൊരു സാക്ഷ്യം കൂടിയാണ്. 2022 മെയ് 30 ഔറംഗാബാദിലുള്ള ഒരു ദേവീക്ഷേത്രത്തിലേക്ക് പോയതായിരുന്നു ശിവം എന്ന 4 വയസ്സുകാരനും അവന്റെ അമ്മ ശാന്തിയും. അന്ന് സാവിത്രി പൂജ നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ വളരെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അമ്മയുടെ കൈ പിടിച്ച് ആ നിഷ്കളങ്കനായ കുട്ടി കളിചിരികളുമായി നടക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുകയും അമ്മയുടെ കയ്യിൽ നിന്നും ശിവം വേർപെട്ടു പോവുകയുമായിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ അവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ആ ക്ഷേത്രമുറ്റത്ത് മകന്റെ പേര് വിളിച്ച് കരഞ്ഞു നടന്ന അമ്മ ശാന്തിയുടെ നിലവിളി ഇപ്പോഴും ആ നാട്ടുകാർ മറന്നിട്ടില്ല. കുഞ്ഞിനെ നഷ്ടമായതിനു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനു പുറമെ മാതാപിതാക്കൾ വീടുകളിലൂടെയും തെരുവുകളിലൂടെയും മകനെ തേടി അലഞ്ഞു നടന്നു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ മരിച്ചുപോയി കാണുമെന്ന് പോലും പലരും പറഞ്ഞു. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം തന്റെ മകൻ തിരിച്ചുവരുമെന്ന പ്രാർത്ഥനയോടെയാണ് ആ അമ്മ കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെ നീണ്ട 4 വർഷം കടന്നുപോയി. 2026 മെയ് 16 കൃത്യം 4 വർഷത്തിന് ശേഷം അതേ രീതിയിൽ ക്ഷേത്രത്തിൽ നിന്നും അദ്യുക് എന്ന മറ്റൊരു കുട്ടിയെ കൂടി കാണാതാകുന്നു. പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നഗരത്തിലുടനീളമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ പോലീസിന് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു. അങ്ങനെ അന്വേഷണം എത്തി നിന്നത് ഗയ ജില്ലയിലെ ഗർഗുര റോഡ് പ്രദേശത്ത് താമസിക്കുന്ന രഞ്ജു ദേവി എന്ന ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു. ആ വീട് വളഞ്ഞ് പോലീസ് നടത്തിയ റെയ്ഡിൽ അദ്യുക്കിനെ പോലീസ് സുരക്ഷിതമായി തന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ റെയ്ഡ് നടക്കുന്നതിനിടെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു മുതിർന്ന കുട്ടിയെ കണ്ടപ്പോൾ പോലീസിന് എന്തോ സംശയം തോന്നി. അത് തന്റെ മകനാണെന്ന് രഞ്ജു ദേവി ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും പോലീസിന് അത് വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല. സംശയം തോന്നിയ പോലീസുകാർ രഞ്ജു ദേവിക്കൊപ്പം തന്നെ ആ ആൺകുട്ടിയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പഴയ കാണാതായ കുട്ടികളുടെ ലിസ്റ്റ് പോലീസ് പരിശോധിക്കുവാൻ തുടങ്ങി. ആ അന്വേഷണം എത്തിയുന്നത് 2022 ഇതേ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ ശിവം എന്ന കുട്ടിയിലേക്കായിരുന്നു. അന്നത്തെ രേഖകളിലുള്ള കുട്ടിയുടെ ചിത്രവുമായി ഈ കുട്ടിക്ക് വളരെയധികം സാമ്യം തോന്നിയതോടെ കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മകനെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ ജോലി തേടി ഡൽഹിയിലേക്ക് മാറിയ ശിവന്റെ മാതാപിതാക്കൾ മകനെ എന്നെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. കുട്ടിയെ കണ്ടെത്തിയെന്ന വിവരം പോലീസ് അറിയിച്ച ഉടൻ തന്നെ അവർ ബീഹാറിലേക്ക് തിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ടുപോയ തന്റെ മകൻ കൺമുന്നിൽ നിൽക്കുന്നത് കണ്ട ആ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചുവെങ്കിലും ശിവം അവരെ തിരിച്ചറിയാൻ കഴിയാതെ ഭയന്നു നിൽക്കുകയായിരുന്നു. 4 വർഷം പിന്നിട്ടതിനാൽ കുട്ടിക്ക് ശാന്തിയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 4 വർഷം വളർത്തിയ ഈ പ്രതിയായ യുവതിയെയാണ് അവൻ അമ്മയായി കണ്ടിരുന്നത്. പേര് ചോദിച്ചപ്പോൾ പോലും മറ്റൊരു പേരായിരുന്നു കുട്ടി പറഞ്ഞിരുന്നത്. അവനെ ആ നിലയിലേക്ക് അവർ മാറ്റിയെടുത്തിരുന്നു. പ്രതിയായ യുവതി ഒരു തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലെ കണ്ണിയാണെങ്കിലും ശിവയെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് വളർത്തിയിരുന്നത്. ഇവർ സമീപവാസികളോടെല്ലാം പറഞ്ഞിരുന്നത് ശിവൻ തന്റെ സ്വന്തം മകനാണ് എന്ന് തന്നെയായിരുന്നു. ഇത് സ്വന്തം മകനാണെന്ന പ്രതിയുടെ അവകാശവാദത്തെ മറികടക്കാൻ ഒടുവിൽ പോലീസിന് DNA പരിശോധന നടത്തേണ്ടി വന്നു. പരിശോധനാഫലം വന്നപ്പോൾ അത് ശിവ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് കൗൺസിലിങ്ങിലൂടെ കുഞ്ഞിനെ വളരെ സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷമാണ് ശിവയെ അമ്മയ്ക്കരികിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് സ്റ്റേഷനിൽ വെച്ചുള്ള ആ വൈകാരിക നിമിഷങ്ങൾക്ക് നാട് സാക്ഷ്യം വഹിച്ചത്. അമ്മയെ അറിയുമോ എന്ന് അടുത്തുള്ളവർ ചോദിക്കുമ്പോൾ അവൻ തനിക്ക് ജന്മം നൽകിയ അമ്മയായ ശാന്തിയെ ചൂണ്ടിക്കാണിക്കുന്ന ആ രംഗം കണ്ടുനിന്നവരുടെ എല്ലാ കണ്ണുകൾ ഈറനണിയിച്ചു. കണ്ണീരടക്കാൻ കഴിയാതെ അമ്മ മകനെ ചേർത്തു പിടിച്ചു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു പൊന്നുമോനെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ നിലവിളിച്ചു കരഞ്ഞു. ഇനി നീ എങ്ങും പോകില്ലല്ലോ മോനെ എന്ന് ആ അമ്മ അവനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ രക്ഷിക്കാനുള്ള പോലീസിന്റെ ശ്രമം 4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു കുടുംബത്തിന്റെ സന്തോഷം കൂടി തിരികെ നൽകിയ അത്ഭുതകരമായ സംഭവമായി ഇത് മാറി.